ഇന്ന് നമ്മൾ സ്ഥിരമായിട്ടുള്ള പരിപാടിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. രാവിലത്തെ ഫുഡ് എന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. നേരെ ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫുഡൊക്കെയാണ് ഇരിക്കുന്നുണ്ട്. ചിക്കൻ കബാബ്, ഇങ്ങനെ ടിക്ക, അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങി പറയാം. എനിക്കെൻ്റെ പേര് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. കിട്ടുന്നത് വെച്ച് കഴിക്കും, മിണ്ടാതിരിക്കും, അത്ര തന്നെ പരിപാടി. നമുക്ക് രാത്രി മാത്രം ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് ചപ്പാത്തി ഇരിക്കണം കണ്ടപ്പോൾ ഒരു ബോധ്യം തോന്നി. മുട്ടക്കറിയും കൂട്ടി കഴിക്കുക. കുറുമ എന്തോ അതിനൊരു പേര് വെച്ച് ചിക്കൻ അല്ലല്ലോ, മുട്ട വെച്ചിട്ട് എന്തോ ഒരു പേരാണ്. എനിക്കത് എന്താ പേരെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല. ഇന്ന് ഞാൻ എവിടെ കേട്ടതാണ്. അത് തന്നെ എഗ്ഗ് ബുർജി ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചത്. പക്ഷേ അതിങ്ങനെയല്ല, വിനാഗിരിയിലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ എന്തായാലും നമ്മൾ മുട്ടക്കറി വെച്ചിട്ട് അതിനകത്ത് വേവിച്ചെടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ച. സംഭവം എന്തായാലും അടിപൊളിയായിട്ട് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ചപ്പാത്തിയോട് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഇവിടുത്തെ അക്ക വെളിയിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഉഴുന്നോടെയും പരിപ്പൂടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു കോമ്പിനേഷനും കൂടെ, ചപ്പാത്തിയിലെ മുട്ട ഉഴുന്നുകൂടെ നല്ലൊരു കോമ്പിനേഷൻ. അടിപൊളിയായിട്ട് കഴിച്ച് കേട്ടോ. നല്ലൊരു വൈബൊക്കെ കിട്ടിയിട്ടുണ്ട് നാട്ടിലത്തെ. ഇന്നത്തെ ഫുഡ് അടി ഞാൻ എന്തായാലും കളറാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും മസാലയൊന്നും ചേർക്കാൻ വേണ്ടിയില്ല. എൻ്റെ സ്വന്തം മസാലയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുകളുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ ഗായ്സ്.